ഞങ്ങളതിന് നേരത്തെ അങ്ങനെ ലിസ്റ്റ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. അത് ഇപ്പം അദ്ദേഹവും അല്ലെങ്കിൽ മുമ്പിരുന്നവരും എല്ലാവരും വേണ്ട പരിഗണന എല്ലാം തന്നിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ പല കോർപ്പറേഷനും പല വകുപ്പുകളും ഞങ്ങളുടെ ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പോൾ ഈ പ്രാവശ്യവും ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ കാലത്തും എല്ലാ പ്രസിഡന്റുമാരായിട്ടും വളരെ അടുപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് പുതിയ രാജീവ്ജി വന്ന ശേഷവും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത്. അത് കുറെ കൂടെ പ്രൊഫഷണലായിട്ട് കാര്യം ചെയ്യുന്ന ആൾ എന്നുള്ളൊരു വ്യത്യാസം നമുക്കറിയാമല്ലോ. കാര്യം കേരള പൊളിറ്റിക്സിലുള്ള മറ്റുള്ള പൊളിറ്റീഷ്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ കൂടെ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് അദ്ദേഹം. താങ്ക് യു. ശരി സാർ. അതൊരു വെറുതെ ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനോട് ഒരു കാരണവശാലും ഞങ്ങൾ അത് യോജിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള ആ പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ. കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറയുന്ന 20,000 25,000 പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്നതാണ്. വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നതാണ്. അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേടം നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അതെന്തോ ഒരു ക്രിയേഷൻ കൂടെ അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയം. കാര്യം ആ പയ്യൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള. പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വിവരക്കേടെന്നുള്ളതെല്ലാം എന്താ പറയുക, ഇതൊക്കെ ശുദ്ധ വിവരക്കേട്.